നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ചെമ്മാടുകാർക്കിതാ ഒരു സന്തോഷ വാർത്ത. ഡോണ്ട് മിസ് ദിസ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. തൂബ ജ്വല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന 10 ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം. ഏപ്രിൽ 12 മുതൽ ജൂൺ 12 വരെ തൂബ ജ്വല്ലറിയിൽ നിന്നും ആഭരണങ്ങൾ വാങ്ങുന്ന 10 ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും, രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും, മൂന്നാം സമ്മാനമായി ടിവിയും, അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത്. തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം. ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജ്വല്ലറി സന്ദർശിക്കൂ, സമ്മാനങ്ങൾ സ്വന്തമാക്കൂ. വാർത്തകൾ വിശദമായി. ഇനി മുതൽ ദേശീയപാത 66-ന്റെ 6-വരി പാതയിൽ ഇരുചക്രവാഹനങ്ങൾ ഓടിക്കാനാകില്ല. അവർക്കിനി സർവീസ് റോഡ് തന്നെ രക്ഷ. നിലവിൽ എക്സ്പ്രസ് ഹൈവേകളിൽ ഇരുചക്രവാഹനങ്ങൾക്ക് പ്രവേശനമില്ല. സർവീസ് റോഡിലൂടെയാണ് യാത്ര. എന്നാൽ കേരളത്തിൽ ബൈപ്പാസുകൾ ഉൾപ്പെടെ പല സ്ഥലത്തും സർവീസ് റോഡില്ല. അത്തരം സ്ഥലങ്ങളിൽ പഴയ റോഡ് വഴി പോയി വീണ്ടും സർവീസ് റോഡിലേക്ക് കടക്കണം. എന്നാൽ പാലങ്ങളിൽ സർവീസ് റോഡില്ല. പുഴ കടക്കാൻ വേറെ വഴിയുമില്ല. അതിനാൽ അവിടെ ഇരുചക്രവാഹനങ്ങളെ അനുവദിക്കാൻ ധാരണയായിട്ടുണ്ട്. 60 മീറ്ററിലെ 6-വരി പാത 45 മീറ്ററിലേക്ക് ചുരുങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ ഞെരുങ്ങിയത് സർവീസ് റോഡാണ്. ഇരുചക്രവാഹനം ഉൾപ്പെടെ വേഗം കുറഞ്ഞ വണ്ടികൾ 6-വരി പാതയിൽ ഏറ്റവും ഇടതുവശത്തെ ലൈനിലൂടെ അനുവദിക്കാമെന്ന നിർദ്ദേശം സർക്കാരിന് മുന്നിലുണ്ട്. സർവീസ് റോഡിൽ ബസ് ബേ ഇല്ല. പകരം ബസ് ഷെൽട്ടർ മാത്രമാണ് ഉണ്ടാവുക. ഇതിന് 4.5 മീറ്റർ നീളവും 1.8 മീറ്റർ വീതിയുമായിരിക്കും. 2 മീറ്റർ വീതിയുള്ള നടപ്പാതയിലാണ് ഷെൽട്ടർ സ്ഥാപിക്കുക. സർവീസ് റോഡുകളിൽ 6.25 മീറ്റർ വീതം ഇരുഭാഗങ്ങളിലേക്കും, അതായത് 2-വേ സംവിധാനത്തിൽ വാഹനങ്ങൾ ഓടിക്കാം. ഈ സമയം സ്ലാബിട്ട ഓവുചാൽ റോഡായി ഉപയോഗിക്കും. സർവീസ് റോഡിൽ പ്രത്യേക ബൈക്ക് ബേ ഇല്ല. അടിപ്പാതകളിൽ സൈക്കിൾ വഴിയും ഉണ്ടാകില്ല. സർവീസ് റോഡിൽ നിന്ന് 6-വരി പാതയിലേക്ക് കയറാനും ഇറങ്ങാനും വെവ്വേറെ വഴികളാണ്. ഒരേ സ്ഥലത്ത് രണ്ടും ഉണ്ടാവുകയുമില്ല. ഈ റോഡിന് 24 മീറ്ററാണ് വീതി. 6-വരി പാത കൂടുതൽ തുറക്കുന്നതിലൂടെ ഇക്കാര്യങ്ങളിൽ യാത്രക്കാർ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക്, തിരൂരങ്ങാടി ടുഡേ.